കോഴിക്കോട് കോർപ്പറേഷന്റെ അജൈവ മാലിന്യ ശേഖരണ ഓട്ടോകൾ കട്ടപ്പുറത്ത്. ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ പൊടിപിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഇതുവരെ ഓട്ടോകൾ വിതരണം ചെയ്യാനോ ഡ്രൈവിംഗ് പരിശീലനം നൽകാനോ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടെങ്കിലും അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഓട്ടോകൾ ഇപ്പോൾ ടാഗോർ ഹാളിലെ ഷെഡിനുള്ളിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത്തരത്തിൽ 30 ഓട്ടോകളാണ് നഗരത്തിലെ അജൈവ മാലിന്യം ശേഖരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ രംഗത്തിറക്കിയിട്ടും ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഓട്ടോകൾ ഓടിക്കാൻ പരിശീലനം ലഭിച്ചവർ ഹരിതകർമ്മസേനയിൽ ഇല്ലാത്തതാണ് ഇതിന്റെ കാരണമായി പറയുന്നത്. ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ ബാറ്ററികൾ ഉൾപ്പെടെ നശിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലായി മാറിയേക്കാം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മതിയായ ട്രെയിനിങ് നൽകി ഈ കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നിടത്തോളം അതിനുള്ള യാതൊരു നടപടികളും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പണം ദുർവ്യയം ചെയ്യുന്ന രീതി ഇനിയെങ്കിലും മതിയായിക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജാണ് ഓട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര പദ്ധതിയായ നഗരസഞ്ചയത്തിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനിലെ 75 വാർഡുകളിലും ഓട്ടോ നൽകാനായിരുന്നു തീരുമാനം. പദ്ധതി തീരുമാനിച്ചു എന്നല്ലാതെ സമയമുണ്ടായിട്ട് പോലും ഹരിതകർമ്മസേനയിലെ ജീവനക്കാർക്ക് ഓട്ടോകൾ ഓടിക്കാൻ പരിശീലനം നൽകാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന വിമർശനവുമുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് നടത്തുന്ന ആ പണം ചെലവാക്കുക എന്നുള്ളതിനുപരി ആ പദ്ധതികൾ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതിൽ കോർപ്പറേഷൻ യാതൊരു വിധത്തിലുള്ള ചിന്തകൾ നടത്താറില്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താറില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഓട്ടോകൾ. ഇപ്പോൾ എല്ലാ പണിയും പൂർത്തീകരിച്ചു, അതിൻ്റെ ലൈസൻസുകൾ RC അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ 1.5 മാസത്തിലധികമായി ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. പദ്ധതി തുക ചെലവാക്കിയെന്നല്ലാതെ ഓട്ടോകൾ പുറത്തിറക്കിയതിൽ നഗരത്തിനും ജനങ്ങൾക്കും യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന ആരോപണവുമുണ്ട്. ഓട്ടോകൾ ഹരിതകർമ്മസേനകളുടെ കൈകളിലെത്തുമോ? കാത്തിരിക്കാം. അമൃത ന്യൂസ്, കോഴിക്കോട്.